വീണ്ടും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് ഹോർമോൺസ്, അതായത് സസ്യ ഹോർമോണുകൾ. ബയോളജിയിൽ ഏറ്റവും വൃത്തികെട്ടൊരു ടോപ്പിക്കാണ് സസ്യ ഹോർമോണുകൾ അല്ലെങ്കിൽ പ്ലാന്റ് ഹോർമോൺസ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. പക്ഷേ ഇനി കൺഫ്യൂഷൻ ആവരുത്, പതറരുത്, തളരരുത്, തകരരുത്. നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ എത്ര സസ്യ ഹോർമോണുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ്. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ അതിൻ്റെ പേരുകളൊന്ന് വായിക്കാം. ഓക്സിൻ, സൈറ്റോകിനിൻ, ജിബർലിൻ, എത്തിലിൻ, അബ്സസിക് ആസിഡ്. വെറുതെ ചുമ്മാ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഓക്സിൻ, സൈറ്റോകിനിൻ, ജിബർലിൻ, അബ്സസിക് ആസിഡ്, എത്തിലിൻ. ആ 5 പേരും എന്ത് ചെയ്യുക, വൃത്തിയിൽ പഠിച്ചു വെക്കുക. ഇനി അവരുടെ ഫംഗ്ഷൻസും പഠിക്കാം. അപ്പോൾ അവരുടെ ഫംഗ്ഷൻസ് പഠിക്കാൻ സിമ്പിളാണ്, ഒരു സ്കീമുണ്ട്. ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാന്നറിയോ, സൈറ്റോകിനിൻ്റെ ഫംഗ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. സൈറ്റോകിനിൻ്റെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ: കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. ഇംഗ്ലീഷിലാണെങ്കിൽ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ ഒക്കെ സെല്ല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഒക്കെ സി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം ഇവിടെ എന്താ, കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം ഒക്കെ കോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ മുത്തുമണികൾ, മലയാളം മീഡിയം എന്താ ഇങ്ങനെ ആലോചിക്കാം. മലയാളം മീഡിയം ഇങ്ങനെ ആലോചിക്കാം. സൈക്കോ 3. അപ്പം 3 കോണ്ടാവും. എത്ര കോണ്ടാവും? 3 കോണ്ടാവും. ഒന്നാമത്തെ കോശ വളർച്ച, രണ്ടാമത്തെ കോശ വിഭജനം, മൂന്നാമത്തെ കോശ വൈവിധ്യവൽക്കരണം. അപ്പോൾ കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം, ദാറ്റ് ഈസ് സൈക്കോ 3. എന്താണ്? സൈക്കോ 3. ഈ ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, സൈറ്റോ 3 എന്ന് ആലോചിക്കുക. എന്താ ആലോചിക്കേണ്ടത്? സൈറ്റോ 3. എന്താ ആലോചിക്കേണ്ടത്? സൈറ്റോ 3. അപ്പോൾ എത്ര സി ഉണ്ടാവും? എത്ര സി ഉണ്ടാവും? 3 സി. സൈറ്റോ 3 മീൻസ് 3 സി കേട്ടോ, 3 സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് 3 സി? ഇതാണ് 3 സി. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ. 3 സി എന്നാലോചിക്കുക. 3 സി അല്ലെങ്കിൽ സൈറ്റോ സി അല്ലെങ്കിൽ സൈറ്റോ 3 എന്നാലോചിക്കുക. ഓക്കെ, സൈറ്റോ 3, അതായത് 3 സി. 3 സി. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സൈക്കോ 3 എന്നാലും, മലയാളം മീഡിയം സൈക്കോ 3 3 കോ, ഇംഗ്ലീഷ് മീഡിയം എന്താണ് 3 സി എന്നാലോചിക്കുക. ജസ്റ്റ് സിമ്പിൾ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഓക്സിൻ്റെയും ജിബർലിൻ്റെയും ഫംഗ്ഷനാണ്. ഓക്സിൻ്റെയും ജിബർലിൻ്റെയും ഫംഗ്ഷൻ ഇത് ഓർത്ത് വെക്കാൻ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഓക്കെ, ഓക്സിനും ജിബർലിനുമുള്ള ഫംഗ്ഷൻ കേട്ടോ. ജസ്റ്റ് ഓക്സിൻ്റെ ഫംഗ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പിന്നെന്താണ് ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ. അപ്പോൾ ബഡിൻ്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ സെൽ ഇലോങ്ങേഷന്, പിന്നെ ഫ്രൂട്ട് ഫോർമേഷൻ. ഇതാണ് ഓക്സിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. ഇനി അതേസമയം ജിബർലിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഒന്ന് ജേർമിനേഷൻ. എന്താണ്? ജേർമിനേഷൻ. രണ്ടാമത്തത് സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്, അതായത് ഇലവിരിയൽ. സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ് അല്ലെങ്കിൽ ഇലവിരിയൽ. ഓക്കെ, ഇത് ഓർത്ത് വെക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ജസ്റ്റ് സിമ്പിളാണ്. അതായത് ഇവിടെ ഞാൻ ഒരു കഥാപാത്രത്തെ കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ പേരാണ് ഓക്സിൻ. എന്താ പേര്? ഓക്സിൻ. നല്ല പേരില്ലേ? ഇവൻ്റെ പേരാണ് ഓക്സിൻ. ഓക്കെ, ഓക്സിൻ അല്ലെങ്കിൽ ഓസ്റ്റിനോ എന്തെങ്കിലുമൊക്കെ വിളിച്ചോളി. ഓക്സിൻ തൽക്കാലം ഓക്സിൻ തന്നെ പേരായിക്കോട്ടെ. ഓക്കെ, ഇനി ഇവനൊരു സൽക്കാരത്തിന് പോയപ്പോൾ അവനക്ക് എന്ത് കൊടുത്തെന്ന് അറിയോ? ഒരു ഇലട്ട് കൊടുത്തു മുന്നിൽ. നമ്മൾ കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ പോയി ഒരു ഇലക്കെട്ടില്ലോ, സദ്യൻ്റെ ഇലട്ടരും. ഓക്കെ, വാഴൻ്റെ ഇലട്ടരും. ഒരു ഇലട്ട് കൊടുത്തു. ആ ഇലയിൽ നിന്നിട്ട് കൊടുത്തത് എന്താ? ചോറൊന്നല്ല കൊടുത്തത്. എന്താ കൊടുത്തത്? കുറേ ഫ്രൂട്ട്സ്, പിന്നെ ബ്രെഡും. ഫ്രൂട്ട്സും ബ്രെഡും ആണ് എന്ത് ചെയ്തത്? ഈ ഓക്സിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്ത ഇലയിൽ കൊണ്ടുവച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓസ്റ്റിൻ അല്ലെങ്കിൽ ഓക്സിൻ എന്ന് വെച്ചാൽ ഓക്സിൻ. ആ ഹോർമോണിൻ്റെ പേര് കിട്ടി. ആ ഹോർമോണിൻ്റെ പേര് ഇവിടെ നിന്ന് കിട്ടി, ഓക്സിൻ എന്ന് കിട്ടി. എന്താ ഹോർമോണിൻ്റെ പേര്? ഓക്സിൻ. പിന്നെ അവൻ്റെ മുന്നിൽ എന്താ ഇട്ട് കൊടുത്തത്? ഒരു ഇലയാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് സെൽ എലോങ്ങേഷൻ. എന്താണ്? സെൽ എലോങ്ങേഷൻ. ഇല ഇട്ട് കൊടുത്തു, അതുകൊണ്ട് സെൽ എലോങ്ങേഷൻ. അതിലെന്തൊക്കെ ഇട്ട് കൊടുത്തത്? ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു. സോ ഫ്രൂട്ട് ഫോർമേഷൻ. അടുത്തത് എന്താണ്? ഫ്രൂട്ട് ഫോർമേഷൻ. പിന്നെ എന്ത് ഇട്ടെടുത്തു? ബ്രെഡ് ഇട്ടെടുത്തു. അപ്പോൾ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്. ബ്രെഡ് ഈസ് ഈക്വൽ ടു ബഡ്. അപ്പോൾ ഓസ്റ്റിൻ അല്ലെങ്കിൽ ഓക്സിൻ, കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? ഓസ്റ്റിൻ. ദാറ്റ് മീൻസ് ഓക്സിൻ. ഓക്കെ, ആ ഓക്സിൻ എന്തിട്ടെടുത്തു? ഒരു ഇല ഇട്ടെടുത്തു. സോ സെൽ എലോങ്ങേഷൻ. അതിൽ കുറച്ച് ബ്രെഡ് ഇട്ടെടുത്തു. സോ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടെടുത്തു. സോ ഫ്രൂട്ട് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ അത് പഠിക്കാൻ ആ രീതിയിൽ ആലോചിക്കാം. ഓക്കെ, ഇനി ഇത് വേറൊരു കഥാപാത്രം. ഇതേത് കഥാപാത്രം? അത് ഓസ്റ്റിൻ അല്ലേ? ഇത് ജബ്ബാർ. ആരാണ്? ജബ്ബാർ. കൊള്ളാലോ, നല്ല പേര്, ജബ്ബാർ. ഓക്കെ, ഈ ജബ്ബാറിൻ്റെ പണി എന്താ അറിയോ? ജബ്ബാറിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ ജേംസിനെ നശിപ്പിക്കാം. ജേംസ് കീടാണുക്കളില്ലേ? കീടാണുക്കൾ. അപ്പോൾ കണ്ടോ ഇവിടെ ഇതൊരു പാടാണ്. ആ പാടത്ത് കീടാണുക്കളൊക്കെ ഉണ്ടാവും. മിസ്റ്റർ കീടാണു. ആ കീടാണുക്കളെ നശിപ്പിക്കലാണ് ആരുടെ പരിപാടി? ജബ്ബാറിൻ്റെ പരിപാടി. എങ്ങനെ നശിപ്പിക്കണത്? എന്തോ ഒരു കീടനാശിനി, ഒരു പെസ്റ്റിസൈഡ് ഇങ്ങനെ സ്പ്രേ ചെയ്യാണ്. സ്പ്രേ ചെയ്യുന്നു.
ഇതായിരിക്കുന്നു സ്പ്രേ ചെയ്യാണ്. ഓക്കെ, സ്പ്രേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ജബ്ബാർ ജേംസിനെ എന്ത് ചെയ്യുക, കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാണ് കീടനാശിനി. അപ്പോൾ ജബ്ബാർ ഇസ് ഈക്വൽ ടു ജിബ്ബർലിൻ, ജേംസ് ഇസ് ഈക്വൽ ടു ജേർമിനേഷൻ. എന്താണ് ജേർമിനേഷൻ? അപ്പോൾ ജേർമിനേഷന് സഹായിക്കുന്നത്, വിത്ത് മുളക്കാൻ സഹായിക്കുന്നത് ആരാ? ജിബ്ബർലിൻ ആണ്. പിന്നെ സ്പ്രേഡ് ഇസ് ഈക്വൽ ടു സ്പ്രൗട്ടിങ്. എന്താണ് സ്പ്രൗട്ടിങ്സ് എന്ന് പറഞ്ഞാൽ, സ്പ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിരിയ. എന്താ വിരിയ? ഇലയാണ് വിരിയ. സ്പ്രൗട്ടിങ് ഓഫ് ലീവ്സ്, ഇല വിരിയൽ. എന്താണ്? ഇല വിരിയൽ. ഓക്കെ അല്ലേ? അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി നോക്കടാ. ഇനി ബാക്കിയുള്ളത് ആരാണ്? എത്തിലിനാണ് ബാക്കിയുള്ളത്. എത്തിലിൻ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ഇങ്ങനെ തന്നെ പഠിക്കുക. എത്തിലിൻ ജസ്റ്റ് റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, അത് അങ്ങനെ തന്നെ കാണാപ്പാടം പഠിക്കുക. അതായത് പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? എത്തിലിൻ. പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? എത്തിലിൻ. അത് ജസ്റ്റ് ആ രീതിയിൽ പഠിച്ചു വെക്കാം. ഇനി അതേസമയം എന്താണ് മലയാളം മീഡിയത്തിന് ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു കോഡ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം. അതൊക്കെ മുന്നാടി ഇതും കൂടി പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയക്കാരെ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് പിരിച്ചുവിടാം. ഓക്കെ, അബ്സസിക് ആസിഡിന് 2 ഫംഗ്ഷനാണ്. ഒന്ന് ഡോർമെൻസി ഓഫ് എംബ്രിയോ, 2 ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പഴുത്ത ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞാടാനും പൊഴിഞ്ഞു പോകാനൊക്കെ സഹായിക്കുന്നതും, അതുപോലെ തന്നെ ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ നോക്കിയാണ് അതിൻ്റെ ഇംഗ്ലീഷ്. തൽക്കാലം ഡോർമെൻസി ഓഫ് എംബ്രിയോ എന്ന് ആലോചിച്ചാൽ മതി. ഇത് രണ്ടും പഠിക്കാൻ സിമ്പിളായിട്ട് ഇത്ര ആലോചിക്കുക. അബ്സസിക് ആസിഡ്, ആസിഡിലൊരു ഡി ഇല്ലേ? ഡോർമെൻസിലും എന്തുണ്ട്? ഒരു ഡി ഉണ്ട്. ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, അതിലും എന്തുണ്ട്? ഒരു ഡി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡി എന്നാലോചിക്കുക. ഡി നമ്മളിങ്ങനെ പെൺകുട്ടികളെ വിളിക്കില്ല, ഡി ഇവിടെ എന്നാ അങ്ങനെ വിളിക്കില്ല. അതേപോലെ തന്നെ ഡി എന്നാലോചിക്കുക. അപ്പോൾ ഡി അബ്സസിക് ആസിഡ്, ഡോർമെൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, ഇതൊക്കെ ഒരു കണക്ഷൻ ആട്ടോ. നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് മാത്രം കണക്ട് ചെയ്ത് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറിപ്പോവാതെ ഇരിക്കാനുള്ള ഓരോ കണക്ഷൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിന് എല്ലാം കിട്ടി. സൈറ്റോ 3 3 സി ആലോചിക്കുക. പിന്നെ ഓസ്റ്റിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ജിബ്ബറിനെ കുറിച്ച് പറഞ്ഞു. എത്തിലിൻ ആ രീതിയിൽ തന്നെ പഠിക്കുക. പഴങ്ങൾ പഴുക്കാൻ റൈപ്പനിങ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് എത്തിലിൻ. പിന്നെ അബ്സസിക് ആസിഡിൻ്റെ കേസാണെങ്കിൽ 3 ഡി, ഡോർമെൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ അല്ലേ? ഇനി ഇംഗ്ലീഷ് മീഡിയം നേരെ വിട്ടോളി, സമയം അമൂല്യമാണ്. നിങ്ങൾ പൊക്കോളൂ. ഓക്കെ, മലയാളം മീഡിയത്തിന് ഈ ഓക്സിൻ്റെയും ജിബ്ബർലിൻ്റെയും അബ്സസിക് ആസിഡിൻ്റെയും ഒക്കെ ഫംഗ്ഷൻ ഓർത്ത് വെക്കാൻ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇതാ പിടിച്ചോ. അത് അതിൻ്റെ കൂടെ പാടിക്കോളി. കൂടെ തൊള്ളേ ഓക്സി ദീർഘി മുഗ്ലാഫലം പാടിക്കോ. ഓക്സി ദീർഘി മുഗ്ലാഫലം, ജിബ്ബർ വിത്ത് മുളവിരിയൽ, ആസിഡ് സുപ്ത ഇലപ്പൊഴിയൽ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ രീതിയാണ് പോയില്ലേ? ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്സി ദീർഘി മുഗ്ലാഫലം, ജിബ്ബർ വിത്ത് മുളവിരിയൽ, ആസിഡ് സുപ്ത ഇലപ്പൊഴിയൽ. ഓക്സി ദീർഘി മുഗ്ലാഫലം പാടിക്കോളൂ. ഓക്സി ദീർഘി മുഗ്ലാഫലം, ജിബ്ബർ വിത്ത് മുളവിരിയൽ, ആസിഡ് സുപ്ത ഇലപ്പൊഴിയൽ. ഓക്സി ദീർഘി മുഗ്ലാഫലം, ജിബ്ബർ വിത്ത് മുളവിരിയൽ, ആസിഡ് സുപ്ത ഇലപ്പൊഴിയൽ. ഒന്നുകൂടെ പ്ലീസ്, ഒരു വട്ടം. ഓക്സി ദീർഘി മുഗ്ലാഫലം, ജിബ്ബർ വിത്ത് മുളവിരിയൽ, ആസിഡ് സുപ്ത ഇലപ്പൊഴിയൽ. ഓക്കെ, ജസ്റ്റ് നോക്കാം അല്ലേ? ഓക്കെ, ഓക്സി ദീർഘി മുഗ്ലാഫലം. അപ്പോൾ ഓക്സിന്റെ ഫങ്ഷൻസ് ആട്ടോ പറയാൻ പോകുന്നത്. ഓക്സി ദീർഘി, അപ്പോൾ കോശ ദീർഘീകരണം അല്ലെങ്കിൽ കോശ ദീർഘീകരണം. ഓക്കെ, ഇനി ഓക്സി ദീർഘി മുഗ്ലാഫലം, അപ്പോൾ അഗ്രമുകുളത്തിന്റെ വളർച്ച. പിന്നെ ആ വരിപാട് ഓക്സി ദീർഘി മുകുളാഫലം, അപ്പം മുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം. ഓക്കെ, അപ്പോൾ അതും കിട്ടി. അപ്പോൾ ഓക്സിൻ്റെ നമ്മൾ അവിടുന്ന് പഠിച്ചു. ഇനി അടുത്തത് ജിബ്ബർ വിത്ത് മുളവിരിയൽ. അപ്പോൾ ജിബ്ബർ എന്താ? ജിബ്ബർലിൻ. ജിബ്ബർ വിത്ത് മുളവിരിയലാണ്. അപ്പോൾ ഇവിടെ എന്താ മുളക്ക? വിത്താണ് മുളക്ക. സോദാ വിത്ത് മുളക്കൽ. ഓക്കെ, ജിബ്ബർ വിത്ത് മുളവിരിയൽ. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ എന്തോ വിരിയാനും സഹായിക്കുന്നു. എന്താ വിരിയ? വിത്താണോ വിരിയ? അല്ല, ഇലയാണ് വിരിയ. അപ്പോൾ ഇല വിരിയാൻ സഹായിക്കുന്നു. അപ്പോൾ ജിബ്ബർ വിത്ത് മുളവിരിയൽ എന്ന് പറയുമ്പോൾ വിത്ത് മുളക്കാനും ഇല വിരിയാനും സഹായിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ആസിഡ് സുപ്ത ഇലപ്പൊഴിയൽ. അപ്പോൾ ആസിഡ് ഏതാ?
അബ്സസിക് ആസിഡ് ഓ കൊള്ളാം. അബ്സസിക് ആസിഡ് ആസിഡ് സുപ്ത ഇലപ്പൊഴിയൽ. അപ്പൊ സുപ്ത ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ അതങ്ങനെ കണക്ട് ചെയ്യട്ടോ. ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ പ്ലസ് പിന്നെന്തോ ഇല പൊഴിയൽ. അപ്പോൾ ഇലകളും കായ്കളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു? പൊഴിയാൻ സഹായിക്കുന്നു. ഇലകൾ കായ്കൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ആരുടെ പരിപാടി? അബ്സസിക് ആസിഡിന്റെ പരിപാടി. ഇനി ഇവിടെ ബാക്കിയുള്ളത് ആര് മാത്രമുള്ളത്? നമ്മൾ എത്തിലിൻ മാത്രമുള്ളത്. എത്തിലിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എത്തിലിൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആ രീതിയിൽ തന്നെ പഠിക്കുക. അതായത് ഇലകളും ഫലങ്ങളും പഴുക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? എത്തിലിൻ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മുത്തുമണികൾ എന്ത് ചെയ്യണം? താഴെ ഒരു സാധനം കമൻറ്റ് ചെയ്യണം. എന്താ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? അതായത് റബ്ബറിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് ഏതാ ഹോർമോൺ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അത് എത്തിലിനുമായി ബന്ധപ്പെട്ട ഒരു ഹോർമോണാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ കണക്ഷൻ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ കണക്ഷൻ ഉണ്ടാക്കിക്കോളി, ഒരു പ്രശ്നമില്ല. ഇനി ഇത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് പഠിക്കുക. ഇതൊന്നും ആവശ്യമില്ല ചില ആളുകൾക്ക്. ഇത് എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്ക് എടുക്കുക. അത് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ കംഫർട്ടാണ്. സോ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. കഴിയുന്ന മാക്സിമം എന്ത് ചെയ്യും? നമ്മൾ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ചില മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതൊക്കെ പോകും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പൊരുത്തപ്പെട്ട് തരിക. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.